തിരുപ്പിറവിക്കാലം, പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന തിങ്കൾ. തിരുവചനം: അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. മത്തായിയുടെ സുവിശേഷം 4:12. ഇന്നത്തെ സുവിശേഷത്തിൽ 2 പേർ ബാറ്റൻ കൈമാറുന്ന രംഗമാണ് നാം കാണുന്നത്. സ്നാപയോഹന്നാനിൽ നിന്നും യേശു ദൗത്യം ഏറ്റെടുക്കുന്നു. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിടും എന്ന് പ്രസംഗിച്ച സ്നാപയോഹന്നാനെ ഹെറോദോസ് രാജാവ് ആദ്യം കാരാഗൃഹത്തിൽ അടയ്ക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തു. ഒരു പ്രവാചകൻ്റെ രക്തം കൂടി ജെറൂസലേമിൽ ഒഴുകി. തുടർന്ന് ബാറ്റൻ ഏറ്റുവാങ്ങുന്നത് യേശുവാണ്. യേശു ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ആദ്യം ജനം ഒരുമിച്ച് കൂടിയെങ്കിലും യേശുവിൻ്റെ ജീവിതം പൂർത്തിയാകുന്നത് രക്തം വാർന്ന കുരിശിൽ തന്നെ. വിശുദ്ധ സ്റ്റീഫനും വിശുദ്ധ അന്ത്രയോസും ബാറ്റൻ വാങ്ങിയതിന് ശേഷം രക്തസാക്ഷികളുടെ ഒരു നീണ്ട നിരയാണ് ആദിമസഭയിൽ നാം കാണുന്നത്. യേശു നയം വ്യക്തമാക്കി: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി തുടരും. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. കൈമാറുവാൻ യേശു ഇപ്പോൾ നീട്ടുന്ന ബാറ്റനിൽ രക്തത്തിൻ്റെ കറയുണ്ട്, രക്തത്തിൻ്റെ മണവുമുണ്ട്. നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം.